ജീവനുള്ള പ്രതിമകൾ എം രാജീവ് കുമാർ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, എം ജി സോമൻ, കരമന ജനാർദ്ദനൻ നായർ, രാജു, കെ എ അസീസ്, ജഗദീഷ്, സി ഐ പോൾ, ആറന്മുള പൊന്നമ്മ, രാജകുമാരി, ഭാഗ്യലക്ഷ്മി. സംവിധാനം സതീഷ് ചന്ദ്രൻ. ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമാണ്. ഇതിൽ വീണാ വീണു, കേറിയാ കേറി. കേട്ടല്ലോ എല്ലാരും? ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ സുമാറാക്കണം. വർഗീസേ, കേട്ടല്ലോ? കേട്ടു. ആ, വേണ്ടതൊക്കെ ചെയ്തേക്ക്. എന്താ, തട്ടണമെങ്കിൽ തട്ടിക്കോ. ഏറ്റു. ഞാനും ഒപ്പമുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിനക്ക് വിട്ടു തന്നിരിക്കുക. യാത്ര തിരിക്കുന്നതിന് മുമ്പേ പറഞ്ഞതെന്തിനെന്ന് വെച്ചാൽ പിന്നെ ഒരു കശവിശ അത് ഒഴിവാക്കാനാ. മനസ്സിലായല്ലോ? അത് പിന്നെ സുന്ദരേശൻ മുതലാളി പറയുന്നതിനപ്പുറമുണ്ടോ? പക്ഷിപിടുത്തത്തിന്റെ നല്ല ഒരു കോൺട്രാക്റ്റാ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ, ഒന്നും വിട്ടുപോകരുത്. തോക്കും വലയും പ്രത്യേകം മുമ്പിലത്തെ ജീപ്പി കയറ്റ്. നീ എന്താടാ ത്രിലോചന ഇതൊക്കെ നോക്കി ചിരിക്കുന്നത്? അല്ല, ഇതൊക്കെ കണ്ടാ തോന്നുമല്ലോ നമ്മളെന്തോ സർക്കസ് നടത്തുന്നവരാണെന്ന്. ഈ പക്ഷിക്കൂടും വലകളും പ്രത്യേകം ഉണ്ടാക്കിയ കമ്പും കോലും ഒക്കെ. അവിടെ എന്താ ഒരു രസം പറച്ചിൽ? ആ, അതൊക്കെ പിന്നെ നേരമില്ല, വൈകുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. ഇവനൊരു സംശയം മുതലാളി, നമ്മൾ എവിടെയാ പോണതെന്ന്. പക്ഷികളെ പിടിക്കാൻ. അതിനിപ്പോ ഇത്ര സന്നാഹം എന്തിനാ? ഒറ്റ പക്ഷിയെ അല്ല, പിന്നെ ഒരു കൂട്ടം പക്ഷികളെ, കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെ. മനസ്സിലായോ? ഞാൻ എന്തിനാ കൂടുതൽ മനസ്സിലാക്കുന്നേ? ഉപ്പും ചോറും തിന്നുന്നതും കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. വർഗീസ്, എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ? റെഡി. എങ്കിൽ എന്തിനാ ഇനി താമസിക്കുന്നത്? ഒരു തേങ്ങ ഉടച്ച് പോകരുതോ? പോകാം. നീ എന്താടാ മുഴുങ്ങസ്യാന്ന് നിൽക്കുന്നേ? ഇവൻ അറിഞ്ഞു തന്നെയാ തന്ത ത്രിലോചനാന്ന് പേരിട്ടത്. ഓ, തുടങ്ങി. ഒരു വഴിക്ക് പോകുമ്പോഴാ. എന്താ നീ ഇരുന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ലേ, ഈ അവിടം വരെ ജീപ്പ് ഓടിക്കുന്ന കാര്യം ആലോചിക്കായിരുന്നു. അവിടുത്തെ പ്രത്യേകത എന്താ? വിചിത്രമായ പക്ഷികളുടെ നാടാണ്. കൂട്ടം കൂടി പറക്കുന്ന പക്ഷികളെ പിടിച്ചേൽപ്പിക്കുക മാത്രമാണ് നമ്മുടെ ജോലി. ഒരു നിയോഗം. ദീപക്കിനെ ഇതുവരെ കണ്ടില്ല. അച്ഛനായാലും മോനായാലും കാത്തു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. കാത്തുനിന്ന് കണ്ടില്ലെങ്കിൽ പിരിഞ്ഞു പോകണം, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ദീപക്കിനെ പ്രതീക്ഷിക്കണ്ടായോ? എന്താടോ, വളച്ചുകെട്ടില്ലാതെ തനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? നിങ്ങൾക്കെല്ലാം തോന്നും നമ്മൾ ഇത്ര ബന്ധപ്പെട്ട് എവിടാ പോകുന്നതെന്ന്. സംശയം അസ്ഥാനത്തല്ല. അങ്ങകലെ ഒരു ഗ്രാമമുണ്ട്, പക്ഷിഗ്രാമം. പക്ഷികൾ, നിറച്ചു പക്ഷികൾ. ദാണ്ടെ ദീപക് സാർ എത്തി. എന്നും അവൻ വൈകിയ. എന്താ, വൈകിപ്പോയോ? വൈകി എത്തുന്നവർ വിരുന്നുകാരല്ല. വിരുന്നുകാരെ പറ്റിയല്ല ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ തന്നെയും ഞാനൊരു ലോകതത്വം പറഞ്ഞെന്നേ ഉള്ളൂ. കള, ഞങ്ങളുടെ കൂടെ വരാനിറങ്ങിയതല്ലേ? ഏത് നരകത്തിലായാലും ഒരു നൂൽപാലത്തിലൂടെ അവിടം കടക്കാനും എനിക്കറിയാം. എന്റെ മോൻ അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് നേരം കളയണ്ട. ത്രിലോചന, വണ്ടി വിട്. പഴമക്കാർ പറയും 3 പേർ ചേർന്ന് ഒരു വഴിക്ക് പോകരുതും. പണ്ടൊരു കഥയുണ്ട്. വേണ്ട. എന്തുകൊണ്ട് വേണ്ട? എനിക്കറിയാം അച്ഛൻ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയെന്ന്. എന്നാ പറ, എന്തിനെ പറ്റി? ഒരു പക്ഷിപിടുത്തക്കാരന്റെ കഥ. ഞാനത് ചെറുപ്പം മുതൽ കേട്ട് കേട്ട് പഴകിയിരിക്കുന്നു. പക്ഷികളെ പിടിക്കുമ്പോഴേ നമ്മളെ തന്നെയാ പിടിക്കുന്നേ. എല്ലാത്തിനും അടിയിൽ പണം, പണം. 8 കാശിന് പോക്കില്ലാത്തവൻ ലക്ഷാധിപതിയാകുന്ന ഒറ്റുകാശിന്റെ കഥ അറിയാമോ? നിങ്ങൾ എങ്ങനെ അറിയും? പക്ഷിപിടുത്തക്കാരന്റെ കഥയാ അത്. വണ്ടി കേറുമ്പോ കഥകളില്ലേ? യാത്ര എത്ര വിരസമാണ്. ആ, ഇനി കഥകളൊക്കെ അങ്ങ് ചെന്നിട്ട്. ത്രിലോചന, ഒന്ന് കത്തിച്ചു വിട്.
വണ്ടി പോകത്തില്ല. കിലോമീറ്റർ കുറെയായി. എന്താ, എന്തു പറ്റി? റോഡിന് കുറുകെ ഒരു മരം വീണ് കിടക്കുകയാണ്. റേഡിയേറ്ററിൽ വെള്ളമില്ല. പോരുമ്പോ നോക്കാൻ പാടില്ലായിരുന്നോ? മരം വീണതിനും ആരാ കുറ്റക്കാരൻ? ഇതിനടുത്തെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ദാ, ആ കുന്നിന്റെ മുകളിലെ വീട്ടിൽ ചെന്ന് ഒന്ന് അന്വേഷിക്കേ. സുലോചന, നീ ആ ബക്കറ്റും എടുത്ത് ഒന്ന് പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്കോ? ഈ പേടിത്തൊണ്ടൻ എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചതെന്ന് ആലോചിക്കുമ്പോഴാ. ആ, ഞാനും കൂടെ വരാം. ആ, ഇതാരോ മനഃപൂർവ്വം ചെയ്ത പണിയാ. ഇത്രയും കാലം ഇല്ലാത്തത് ഇന്നെങ്ങനെ വരാനാ? ആ, നമുക്ക് കാണാം. വെള്ളം എടുക്കാൻ പോയോ? ഇതാ പോയി കഴിഞ്ഞു. ആരെയും സഹിക്കാം, പക്ഷെ ഇവനെ വയ്യ. അനങ്ങാതെ നിന്നോ, പട്ടി കടിക്കത്തില്ല. ഇവിടെ ആരുമില്ലേ? വീട്ടുകാരെ, ഇവിടെ ആരുമില്ലേ? ആരാ അത്? ഞങ്ങളാ. ഈ പട്ടിയൊന്ന് പൂട്ടിക്ക്. അത് കടിക്കത്തില്ല. കുരയ്ക്കുന്ന പട്ടിയെ കടിക്കത്തില്ല. അതറിയത്തില്ലായിരുന്നു. കുറച്ച് പട്ടി ചാടുമ്പോ തത്വം ഓർക്കാൻ പറ്റുമോ അമ്മച്ചി? ഇവിടെ കിണർ എവിടെയാ? അതാ അവിടെ തന്നെ. നേരം സന്ധ്യ ആവാറായപ്പം എന്തിനാ കിണർ അന്വേഷിക്കുന്നത്? ഞങ്ങള് നഗരത്തിൽ നിന്ന് വരികയാ. ജീപ്പ് കേടായി. ആ, തൊട്ടിയും കയറും അവിടെ തന്നെ ഉണ്ട്. എന്താ ആ ശബ്ദം? ഹേ, ഒന്നുമില്ലെന്നേ. അല്ല, എന്തോ ഉണ്ട്. നിനക്കെല്ലാം തോന്നുകയാ. അവിടെ ആരോ മറഞ്ഞു നിൽക്കല്ലേ? ഇതേണ്ട, അവിടെ ആരോ ഉണ്ട്. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം പഴങ്കഥകളിൽ കേട്ടിട്ടുള്ള മാതിരിയാ. നീ സമാധാനപ്പെട്. ദാ, ആ കിണറ്റിൻകരയിൽ ഒരു സ്ത്രീ എന്ന് വെള്ളം കോരുന്ന കണ്ടോ? അതിന് ഇത് കാര്യം പെശക. ദാ 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 ദാ, അവളുടെ നോട്ടം കണ്ടോ? എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? അത് ഈ തന്നേര്, ഞാൻ കോരിത്തരാം. നിങ്ങൾ ആരാ? ഇത് നല്ല ചോദ്യമാ. ഉടയനെ പിടിച്ചു കെട്ടുന്ന കാലം. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നോക്കുകയല്ല, കാണുകയാണ്. എന്തിനാ ചിരിക്കുന്നത്? ആണുങ്ങൾ തന്നെയാണോന്ന് എനിക്കൊരു സംശയം. ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ജീപ്പ് അങ്ങ് വഴി കിടക്കയാ. ആണാണോ പെണ്ണാണോ എന്ന് തെളിയിക്കുന്ന കാര്യം പിന്നെ. അപ്പോ ഇനി എന്ന് കാണും? കാണാം. നാളെ നോക്കാം. വരുമല്ലോ. ഞാനിവിടെ കാത്തിരിക്കാം. കാത്തിരിക്കണ്ട, ഞാൻ വരാം. വെള്ളമെടുക്കാൻ പോയതെന്താ ഇത്രയും താമസിച്ചത്? ഇതിനോടകം ഞങ്ങൾ വഴിയിൽ നിന്ന് മരം മാറ്റിയില്ലേ? ഒരു പറ്റം ആളുകളും എത്തിയില്ലേ അതിനിടയില്? ഇതൊരു വിചിത്ര ലോകമാണെന്നേ. ആരും മനുഷ്യരെ പോലെ തോന്നുന്നില്ല, പ്രതിമകളാണ്. നമ്മൾ ഇവിടെ വരുമെന്ന് ഇവർ മണത്തറിഞ്ഞിരിക്കുന്നു. അനുഭവങ്ങൾ വഴിവെക്കുന്നത് അവിടേക്കാണ്. നിരത്തണം എല്ലാറ്റിനെയും, അല്ലേ മുതലാളി? നമ്മുടെ പക്ഷിവേട്ട ഇവിടം മുതൽ ആരംഭിക്കാം. ഈ തഴപ്പുള്ള മരങ്ങളിൽ നിന്ന് തുടങ്ങും. നമ്മുടെ ചാർട്ടിൽ അടയാളപ്പെടുത്ത്. ഒന്നാം കുറ്റി ഇവിടെ എത്തിയോ? പക്ഷിരായത്ത് എത്തിയോ? എത്തി. കൂട്ടം കൂടുന്ന പക്ഷികൾക്കായി നമ്മുടെ വല പച്ചപ്പുകളിൽ പുതഞ്ഞു കിടക്കണം. വർഗീസേ, തയ്യാറായിക്കോ. നമ്മുടെ ഒന്നാം കുറ്റി തറച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് മറന്നു മുതലാളി. ചരട് ഇത്രയും മതിയാവും? മതിയടോ, ഉള്ള ചരടെ തൂങ്ങിക്കൊള്ളും. വല പൊട്ടിയ നമ്മൾ എന്ത് ചെയ്യും? വല പൊട്ടത്തില്ല. വലക്കണ്ണി പൊട്ടിച്ചു പറക്കുന്ന പക്ഷികളെ എടോ, അവറ്റകൾ മടങ്ങി വരത്തില്ല. അതിന് നമുക്ക് ആവശ്യവുമില്ല. ത്രിലോചന, വണ്ടി വിട്. സന്ധ്യയ്ക്ക് മുമ്പ് ടെന്റ് അടിക്കണം. ഒടുവിൽ നമ്മുടെ സ്ഥലമെത്തി. ഇവിടെയാ ടെന്റ് അടിക്കേണ്ടത്. അതിനിടെ ആളുകൾ അങ്ങൊന്നും ഇങ്ങൊന്നും വന്ന് എന്താ എന്താ എല്ലാം കൂടെ? എന്നാത്തിനാ എല്ലാം കൂടെ? എന്ത് കാണാനാ? പോയില്ലടാ. അങ്ങനെ ഓടിക്കണ്ട. പാവങ്ങൾ നമുക്ക് വേണ്ടവരാ. ടെന്റ് കൂട്ടാൻ വേണം ചിലര്. വരും, ഈ കയററ്റം പിടിക്കണടാ. എടോ, ഇവിടെ കോഴിയെ കിട്ടുമോ? മൂപ്പിച്ചാ പറക്കുന്ന നിലം വേണം. ഉണ്ടെങ്കിൽ 2-3 കൊണ്ടുപോവാ. ഇന്ന് രാത്രിയിലേക്കാ. ഒന്നു കൊതിച്ചപ്പം 2 കിളന്നേ, 1.5 നാഴിക നിന്നു പുലന്നേ. 2 കൊതിച്ചപ്പം 4 കിളന്നേ, 4.5 നാഴിക നിന്നു പുലന്നേ. 7 കൊതിച്ചപ്പം 14 കിളന്നേ, 14.5 നാഴിക നിന്നു പുലർന്നേ.
ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. എന്തോ ചോദിക്കാനാ? അതൊക്കെയുണ്ട്, എങ്ങ് കേറി വാ. എന്തിനാ? ആരാ നിങ്ങള്? പറയുന്നതിന് മുമ്പ് ചൂടാവാൻ തുടങ്ങിയാലോ? ഇന്നലെ വന്നവരെവിടുന്നാ? എന്തിനാ വന്നേ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നേ? കാര്യമുണ്ടെന്ന് വെച്ചോ. അതൊക്കെ രഹസ്യമാ. എനിക്കറിഞ്ഞൂടാത്ത രഹസ്യമോ? എന്താ നിങ്ങളുടെ പേര്? ഗിരിജ. 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 അതിന്റെ അർത്ഥം? ഇയാളുടെ പേരെന്താ? ത്രിലോചനൻ. ഇയാൾ എന്നെ ഗിരിജ കുഞ്ഞമ്മേന്ന് വിളിച്ചോ. എന്താ? അതിന് നിങ്ങൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പേര് വിളിക്കണ്ട എന്തായാലും. എന്തിനാ എന്നെ വിളിച്ചേ? വല്ല ആവശ്യം ഉണ്ടെങ്കിൽ സഹായത്തിന് ഞങ്ങളൊക്കെ അടുത്തുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടരുള്ളത് കണ്ടില്ലാന്ന് വേണ്ടാന്ന് നിങ്ങളെ മുതലാളിയോട് പറയണം. എടാ ത്രിലോചന, ത്രിലോചന, ഞാനിവിടെ ഉണ്ടേ. മുതലാളി അന്വേഷിക്കുന്നു. അവന് വന്ന് നിൽക്കാൻ കണ്ട സ്ഥലം. ഞാൻ പോണു. ഗിരിജകുഞ്ഞമ്മേ, പിന്നെ വരാം. ആരാ അത്? ഇന്നലെ വന്നവരിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അതെ. ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണോ വരുന്നേ? അല്ല. മുൻപ് എപ്പോഴാ വന്നിട്ടുള്ളത്? എന്തിനാ അതൊക്കെ അറിയുന്നേ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കയറി വരാം. കയറി വരാനല്ല ഞാൻ വന്നത്. അങ്ങനെ വരാൻ അറിയാത്തത് കൊണ്ടല്ല. ഇപ്പൊ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആ മരത്തിൽ ഞങ്ങൾക്ക് വല കെട്ടണം. പറഞ്ഞില്ലെന്ന് വേണ്ട. അനുവദിച്ചില്ലെങ്കിലോ? അനുവാദം വാങ്ങാനിൽ നിന്ന് വാങ്ങിച്ചിട്ടാ വന്നത്. എന്തായാലും അകത്ത് കയറുന്നില്ലല്ലേ? ഞാൻ ഈ പക്ഷിപ്പിടുത്തത്തിന്റെ കൂടെ കൂടിയത് ജീവിതപ്പാടിനാ. കെട്ടിയോളി മക്കളെയും ഇട്ടിട്ടാ ഇങ്ങൊന്ന് കിടക്കുന്നേ. എന്തിനാ? ജീവിക്കാൻ. പക്ഷിപിടുത്തം എത്തറ്റമായി. മരച്ചില്ലകളില്ലെങ്കിൽ മരക്കുറ്റിയായാലും മതി. വിശ്രമിക്കാൻ ഒരു സ്ഥലമായി. വർഗീസേ, ജോലി തുടങ്ങിക്കോ. അവിടെ ഒരു കുറ്റി, അതിന്റെ അപ്പുറത്ത് മറ്റൊന്ന്. താൻ പോയി പണിക്കാരെയൊക്കെ ശരിപ്പെടുത്ത്. അപ്പോ ഒറ്റയ്ക്കാണ് താമസം അല്ലേ? കുട്ടികളും ഭർത്താവും ഒക്കെ. എന്തിനാ അതൊക്കെ അറിയുന്നത്? ഒന്നോർക്കുമ്പോ അത് ശരിയാ. കുടുംബ ബന്ധങ്ങളൊക്കെ അറിയാതിരിക്കുകയാ നല്ലത്. ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞോ. ഇവിടെ വരുന്നവരുടെയും പോണവരുടെയും കൃത്യമായ വിവരങ്ങൾ അറിയണം. എന്താ പേര്? ഗിരിജ. പണ്ടൊരു കാരണവര് വിരുന്നിന് പോയ കഥ അറിയാമോ? അവിടം വീടാക്കി. അതല്ല ഇവിടെ കഥ. പക്ഷി പിടിക്കാൻ ഇറങ്ങിയവർ ആ പക്ഷികളെ പിടിക്കും. നിനക്കറിയാമോ ആ പക്ഷിപ്പടയിലെ പ്രധാന പക്ഷിയെ? ഒന്നിക്കുന്ന ആ പക്ഷികൾ ഇവിടെ വരാറുണ്ടോ? വരാറുണ്ടോന്ന്? ഇല്ല. വർഗീസേ, ഇവിടെ വലയിട്ടേര് കുറ്റി ബലപ്പിക്കണം. എത്തും, ഇവിടെ പക്ഷികൾ എത്തും എന്ന് എനിക്കറിയാം. കിണറ്റിൻ കരയിൽ വെച്ച് കണ്ടുമുട്ടിയവർ വീണ്ടും കാണുക. പറഞ്ഞ ദിവസം തന്നെ എത്തിയല്ലോ. പേര് പറഞ്ഞില്ലല്ലോ. സൗമിനി. ഇവിടെ പുറത്ത് കിടക്കുന്ന ഒഴിഞ്ഞ കൂട്ടിൽ എന്താ പക്ഷികളൊന്നുമില്ലാത്തത്? ഇല്ലാത്തത്? ഇല്ലായ്മയെ പൂരിപ്പിക്കാൻ വാക്കുകളില്ല. അതല്ലേ സത്യം? വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുന്ന ആളാണോ ഇദ്ദേഹം? എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. സൗമിനി പ്രതിമയായിരുന്നെങ്കിൽ ജീവനുള്ള ഒരു പ്രതിമ. ഇതൊരു തരം മനോരോഗമാണ്. നിങ്ങൾ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണണം. സൗമിനി ഇവിടെ കൂടെ അമ്മയുണ്ട്. പിന്നെ പിന്നെ എല്ലാവരും ഉണ്ട്. എല്ലാരും എന്ന് വെച്ചാൽ? നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊക്കെ തന്നെ. ഞാൻ ഉദ്ദേശിക്കുന്നത്... നിങ്ങൾ വിവാഹിതനാണോ? അല്ല. എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സ്പഷ്ടം. ഞാൻ തോറ്റു. എന്റെ ഭർത്താവിനെ പറ്റിയാവാം, എന്റെ കുഞ്ഞുങ്ങളെ പറ്റിയാവാം. പക്ഷേ ഇത് രണ്ടും എനിക്കില്ല. പിന്നെ? ഉണ്ട്. എനിക്കെല്ലാരും ഉണ്ട്. പറയൂ, ഈ ദീപക്കിന് എല്ലാം മനസ്സിലാവും. ഇല്ല ദീപക്, എനിക്ക് പോലും മനസ്സിലാവാത്തത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ? ഈ പക്ഷിയൊരെണ്ണാം പക്ഷി, കരളിൽ തീ കാക്കും പക്ഷി, ഒറ്റമരക്കാട്ടിൽ തനിയേ കൂടണയാൻ വൈകും പക്ഷി. ഈ പക്ഷിയൊരെണ്ണാം പക്ഷി, കണ്ണിൽ ഘനി വിളയും പക്ഷി, കരളിൽ തീ കാക്കും പക്ഷി.
അമ്മച്ചി ഇല്ലേ അവിടെ? ഏതാ കൊച്ചനെ നീ? ഞാൻ ത്രിലോചനൻ. ത്രിലോചനൻ? സാക്ഷാൽ ശിവന്റെ പേരല്ലേ നിനക്ക് ഇട്ടിരിക്കുന്നത്? 2 ദിവസക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു വെള്ളം എടുക്കാൻ. കിണറ്റിക്കല് പോയത് ഈ അമ്മച്ചിക്ക് ഒന്നും ഓർമ്മയില്ലേ? ആ, ഇപ്പൊ എന്തിനാ വന്നേ? പക്ഷി പിടിക്കാൻ. ഇവിടെ എവിടെടാ കൊച്ചനെ പക്ഷി ഇരിക്കുന്നത്? കാട് തന്നെ വെട്ടി തെളിച്ചിരിക്കുകയല്ലേ? അമ്മച്ചിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാ. വെട്ടി തെളിച്ച കാട്ടിലല്ലേ ഇപ്പോഴും പക്ഷി ഇരിക്കുന്നത്. അല്ലാതെ അവറ്റകൾ എവിടെ പോവാനാ? കാടില്ലെങ്കിൽ പക്ഷിയൊക്കെ ചാവാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ആരൊക്കെയാ താമസം? ഒരു സ്ത്രീ, തുറച്ചു നോക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടോ? സൗമിനി, എന്റെ മോള്. എന്താ കാര്യം? അമ്മച്ചിയെ പറ്റി ചില കാര്യങ്ങൾ അറിയണം. എവിടെ നിന്ന് വന്ന് താമസിക്കുകയാണ്? എന്തിനു വന്നു? അത് നീ ചെന്ന് അവളോട് ചോദിക്ക്, സൗമിനിയോട്. ഇവിടെ നിങ്ങൾ രണ്ടും അല്ലാതെ വേറെ ഒരാൾ കൂടി ഉണ്ടോ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാ മതി. ഇല്ല. ഇല്ലല്ലോ, എനിക്കൊന്ന് പറയാനല്ലോ. കൂടുതൽ അപകടത്തിലാവുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വീക്കിന് കുറവ് കാണും. അതുകൊണ്ടാ. ഒരു കത്തെഴുതാൻ എത്ര ദിവസമായി ഞാൻ ആരോടെല്ലാം പറയുന്നെന്നോ? ആർക്കാണ് കത്ത്? എന്റെ മക്കൾക്ക്. അവരെവിടെ? 2 കുട്ടികളുണ്ടെന്നേ. 2 പേരെയും ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. ഞാനും ഇങ്ങനെ ആയിപ്പോയി. 2 പേരും കോൺവെന്റിലാ. അവിടെ സുഖമായി കഴിയുന്നു. എന്താ എഴുതേണ്ടതെന്ന് വേഗം പറഞ്ഞു തീർക്ക്. പ്രിയപ്പെട്ട സൂസി മോളെ, ഞാനിവിടെ സുഖമായി കഴിയുന്നു. മോൾക്കൊന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ. എന്തുണ്ടായാലും അമ്മയെ അറിയിക്കണം. മഠത്തിലുള്ളവരെ അനുസരിക്കണം. അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 3 വർഷമാകുന്നു. ഇതിനു മുമ്പ് ആരാണ് കത്ത് എഴുതാറുണ്ടായിരുന്നത്? ഇവിടെ വരുന്നതിൽ ആരെ കൊണ്ടെങ്കിലും എഴുതിക്കും. അവരെല്ലാം ചോദിക്കും മക്കളെ പറ്റി. എന്നിട്ട് ചിലർ അത് കേട്ട് കരയും. കരഞ്ഞിട്ട് എന്താ കാര്യം? ലോകം നേരെയാവുമോ? എനിക്ക് കരയാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നേരെ കണ്ണടയ്ക്കാനേ കഴിയൂ. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാ ജീവിതം എന്ന് ചോദിക്കാം. ഒരു സ്ത്രീക്ക് അവളുടെ ചാരിത്രത്തെക്കാൾ വലുതാണ് അവളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഞെട്ടരുത്. സത്യാവസ്ഥ അറിയുമ്പോൾ ഞെട്ടാൻ ഞാൻ ആളല്ല. കുട്ടികളെ പോറ്റാൻ ഇരന്നു ചെന്നാൽ നിങ്ങൾ പറയില്ലേ ഒരു രാത്രിയാകട്ടെന്ന്? വിഷമിപ്പിക്കൊന്നും അല്ല കേട്ടോ. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഡയലോഗ് ധാരാളം കേട്ടിട്ടുള്ള ആളാണ്. ഇതിനെയും അത്ര ലാഘവത്തോടെയാണോ എടുക്കുന്നത്? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചത് കൊണ്ട് എന്താ ഫലം? ഇനി ബാക്കി കൂടെ പറയും. തുടരാൻ ഒന്നുമില്ല. അടിവര വീണ് കഴിഞ്ഞാൽ പിന്നെ പൂജ്യങ്ങളേ ഉള്ളൂ. പൂജ്യങ്ങൾ. ഇത്തവണ ഓണത്തിന് കുട്ടികളെ കാണാൻ ചെന്നപ്പോൾ എന്തിനാ കരയുന്നത്? കരയുകയല്ല, ഞാൻ സന്തോഷിക്കുന്നത് ഇങ്ങനെയാണ്. പണത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഇത്തവണ കുട്ടികൾക്ക് ഉടുപ്പ് ഞാൻ വാങ്ങും. വേണ്ട, ഔദാര്യം വേണ്ട. എനിക്ക് അവരെ പോറ്റാൻ ഇന്നത്തെ അവസ്ഥ വെച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. കരാറ് പാലിക്കുന്നവർ കണക്ക് തീർത്താൽ മാത്രം മതി. നഷ്ടത്തെപ്പറ്റി ചിന്തിക്കണ്ട. ഏറെ ഓർക്കുമ്പോൾ നഷ്ടങ്ങളെ കാണൂ. കുട്ടികൾക്കറിയില്ലേ അമ്മ? ഇത്തരം സംസാരമാണ് എനിക്ക് കൊള്ളുന്നത്. കുട്ടികൾ അറിയാറാവുന്ന ഒരു ദിവസം വരും. അത് അന്നല്ലേ? പക്ഷിപിടുത്തക്കാരാ, എന്നാ നിങ്ങൾ പോവുക. ഒരു വലയേറ് കഴിയുമ്പോ. എന്നിട്ട് പോയാൽ തിരിച്ചു വരില്ല. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് പുതിയ പുതിയ താഴ്വരകളിലൂടെ. എന്തായാലും അച്ഛനെ പോലെയല്ല മകൻ. നിർത്ത്. കസേര കളി പോലൊരു ജീവിതത്തിൽ വിഡ്ഢിവേഷം ഏതെങ്കിലും ഒരാൾ കെട്ടിയല്ലേ മതിയാവൂ. ഞാൻ മകൻ ആ വേഷം കെട്ടുകയാണ്. പേടിക്കണ്ട, ഇങ്ങോട്ട് മാറി നിന്നോ. ആരും കാണത്തില്ല. കണ്ടാലെന്താ? എന്നാലും അങ്ങനെയല്ല. ഞാനാ ത്രിലോചനൻ. എന്തിനാ? ഒന്നിനുമല്ല. പിന്നെ? ഓ, ഒന്നുമില്ല. ആ, എങ്കിലും ഈ നേരത്ത് എനിക്ക് കാണണമെന്ന് തോന്നി. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാ പറ. പറഞ്ഞാ ഇഷ്ടപ്പെടുവോ? പറയാതെങ്ങനാ അത് പറയുന്നത്? എങ്കിലും എങ്ങനെയാ ഞാനത് പറയുന്നേ? പറ. എനിക്ക് ഗിരിജ കുഞ്ഞമ്മയോട് സ്നേഹമാ. ഓ
പറയാനാണോ ഇത്രയും നേരം എടുത്തത്? ഇത്രയും കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. അധികം കാലമായില്ലല്ലോ, 2 ദിവസത്തെ പരിചയം. സ്നേഹം മാത്രമേ ഉള്ളൂ? കയ്യിൽ പണം വല്ലതും ഉണ്ടോ? പൈസയെക്കാളും വലുതല്ലേ സ്നേഹം? ആര് പറഞ്ഞു? ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന തുടർക്കഥയിൽ അങ്ങനെ പൈസ വരുമ്പം സ്നേഹം പോവും. ആഹാ, എന്നാല് കഥ തിരിച്ച. പണമില്ലാത്തവൻ പിണം. ഈ വേല ഇറക്കി ഈ ഗിരിജയോട് വേണ്ട. വന്ന പോലെ തിരിച്ചു പോകുമ്പോഴേ നിക്കണേ, ഈ കത്തുകൂടി ആ പെട്ടിയിലിട്ടായിരുന്നു. പക്ഷിക്കൂട്ടം വരും വരവിതു കണ്ടോ, ചിറകിന്മേൽ പുള്ളി പലകപ്പുള്ളി, ചുണ്ടയിൽ ചുവപ്പ് ചെഞ്ചോര ചോപ്പ്, ചങ്കിനു പുള്ളി ചുവന്ന പുള്ളി. നമുക്കാദ്യം ഇവിടെ തമ്പടിച്ചിരിക്കുന്ന മുതലാളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രസ്ഥാനത്തിന് നല്ല വളമായിരിക്കും. ജീവിതത്തോടുള്ള ആസക്തി പ്രസ്ഥാനത്തിനെതിരാണെന്ന പാഠം ഞാൻ എന്തുകൊണ്ടോ മറന്നു തുടങ്ങുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ സംഖ്യാബലത്തിൽ കുറവായതുകൊണ്ടാണ്. സൗമിനി, നിനക്ക് എന്ന് തുടങ്ങിയ മാറ്റം? നമ്മൾ നഗരത്തിൽ നിന്ന് ഇവിടെ എത്തിയത് പ്രകൃതി സൗന്ദര്യം ദർശിക്കാനല്ല, ഒരു യാത്രയുടെ ആരംഭം കുറിക്കാനാണ്. ഇനിയും കിട്ടാത്തൊരു ജീവിതത്തിനായി നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് മടക്കി വെക്കാം. ആരോ വന്നു. അവരായിരിക്കും വേട്ടക്കാർ. ഞാൻ ഈ വഴിക്ക് രക്ഷപ്പെടാം. നീ വാതിൽ തുറന്ന് ആരും നോക്കൂ. ഓ, ദീപക്, വഴി തെറ്റിയിട്ടില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്ക് തോന്നിയതാവും. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്നത് നഗരത്തിലാ. എനിക്ക് പൂർവ്വ ചരിത്രം അറിയണ്ട. ഇന്ന് അത് മാത്രമാണ് കാണപ്പെടുന്ന സത്യം. ആള് പരുക്കനാണല്ലോ. സൗമിനിക്കരികിൽ നിൽക്കുമ്പോഴോ? 4 നാളുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്റെ അരികിലിരുന്ന് മൊഴിയുന്നു. സ്നേഹത്തെപ്പറ്റി, എന്നെ പറ്റി എന്തെങ്കിലും അറിയാമോ? എല്ലാം അറിയുമ്പോഴേക്കും നമുക്ക് അന്യരാകേണ്ടി വരും. ഹൃദയത്തിൽ കാതോർക്കുന്നവർ അറിയുകയല്ല, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാ ആ രാക്കളികൾ ചിലയ്ക്കുന്നു. രാത്രിയാവുകയാണ്. ഇനി മഞ്ഞു പെയ്യും. ഇരുട്ട് വന്ന് ഈ താഴ്വര മൂടുമ്പോൾ നമുക്കിനി, അല്ല, ദീപക്കിനി 3 നാൾ കൂടി. 7 നാൾ കൊണ്ട് പറഞ്ഞു തീരാത്തവർ 70 നാൾ കൊണ്ട് സ്നേഹിച്ചു തീർക്കുന്നതെങ്ങനെ? മനസ്സിലായില്ല. എന്താണ് സൗമിനി നീ പറഞ്ഞു വരുന്നതിനർത്ഥം? നിങ്ങൾ പക്ഷിപിടുത്തക്കാർ, വേദനയിൽ വലവീശി കാശ് നേടുന്നവർ. എന്നെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. എന്താ സംശയം? വിലച്ചീട്ട് നൽകി ഒരു നാൾ നിങ്ങൾ ഇവിടുത്തെ പക്ഷികളെയും കൊണ്ട് കുന്നിറങ്ങും. ഈ മരങ്ങൾ അനാഥമാവും. അപ്പോഴും പറങ്കിമാവുകൾ പൂക്കുകയും കാറ്റ് വീശുകയും ചെയ്യും. ഒന്നു മാത്രം കാണില്ല, ഞങ്ങളുടെ കിളികൾ. നിങ്ങളെ ഞാൻ വെറുക്കുന്നു. സൗമിനി വെറുക്കാൻ മാത്രം എന്താണ് എന്റെ തെറ്റ്? നമുക്ക് ആ വിഷയം വിടാം. ഈ ഷെൽഫ് നിറയെ പുസ്തകങ്ങളാണല്ലോ. അതെ, പുസ്തകങ്ങൾ. ആരാ ദീപക്കിന് ഇഷ്ടമുള്ള എഴുത്തുകാരൻ? ഹേയ്, എനിക്കോ? പുസ്തകങ്ങളോ? ഇത് നല്ല കഥ. അച്ഛൻ എന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കാനാണ് ആഗ്രഹിച്ചത്. ഞാനോ 4 സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ കോളേജ് വിട്ടു. എന്ത് നന്നാക്കാനാ? ആരെ നന്നാക്കാനാ? ഓ ദീപക്, അതും പറഞ്ഞ് നിങ്ങൾ എന്താണ് ആ പുസ്തകത്തിന്റെ പുറന്താഴ്ന്നിരിക്കുന്നത്? അതങ്ങ് ഒടിഞ്ഞു പോയല്ലോ. ദേഷ്യം തീർത്തതാണോ? ആരോടുള്ള ദേഷ്യം? അത് തന്നെയാ ഞാനും ചോദിക്കാൻ തുടങ്ങുന്നത്. എന്തായാലും ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത ഈ സുന്ദരിയുടെ മുഖം ചുളിഞ്ഞു. അത്രയല്ലേ ഈ പുസ്തകത്തിന് പറ്റിയിട്ടുള്ളൂ. ഞാൻ ഈയിടെ തീരെ വായന കുറവാണ്. പിന്നെ സ്വപ്നം കാണുന്നതാണ് എനിക്കിഷ്ടം. ജാലകത്തിലൂടെ പറന്ന് വെള്ളിൽപ്പറവകൾ ഈ മുറിയിൽ വരുന്നത്, പച്ചക്കിളികൾ മുന്തിരിക്കുലകളുമായി എന്റെ പുസ്തകലമാരിയിൽ ചേക്കേറാറുള്ളത്, തുടരെ തുടരെ സ്വപ്നങ്ങൾ. വിചിത്രമായിരിക്കുന്നല്ലോ. എനിക്ക് ചുമ്മാതിരിക്കാനാ ഇഷ്ടം. ഈ അക്ഷരങ്ങൾ വായിച്ചു കൂട്ടിയിട്ട് സൗമിനിയുടെ മുഖത്തുള്ള പോലെ ഒരു കണ്ണട സമ്പാദിക്കാമെന്നല്ലാതെ എന്ത് നേട്ടമാ ഉണ്ടായത്? നേട്ടമോ? ഒരു ഇലയനക്കം പോലെയുള്ളൂ സൗമിനി. ഒരു നാൾ നിലാവിൽ അലിഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെ ആ ചന്ദനമര ചുവട്ടിലേക്ക് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അന്ന് ഞാൻ ഇവിടെ കാണില്ലല്ലോ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, സ്വയം എന്തിനു വേണ്ടി ഈ തീരുമാനങ്ങൾ? എന്തിനു വേണ്ടിയെന്നറിയാത്ത വഴികൾ പലതുമില്ലേ ജീവിതത്തിൽ? ഞാൻ ശ്രമിക്കുന്നത് വിശ്വസിക്കാനാണ്, വിശ്വസിപ്പിക്കാനല്ല. ആ ജനാല അടയ്ക്കട്ടെ.
എന്തിന്? ഇവിടെ നമ്മൾ രണ്ടാളും നിൽക്കുന്നത് മറ്റാരും കാണണ്ട. നിങ്ങൾ ആരെയോ ഭയക്കുന്നു. ഭയന്നിട്ടല്ല. ഇതെവിടുന്നാണ് ഈ വെട്ടുകിളികൾ? ആരോ ഓടിച്ചു വിടുന്നതാണ്. ഇതെന്താണ്? ശല്യമായല്ലോ. അതങ്ങ് പൊയ്ക്കോളും. ഇത് ഇത്രയൊക്കെ ആയിട്ടും പോണില്ലല്ലോ. അത് പൊയ്ക്കോളൂ എന്നേ. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാ പോകുന്നില്ലല്ലോ. പക്ഷിപിടുത്തക്കാരാ, നിങ്ങൾക്കിതിനെ വലയിടാൻ കഴിയുന്നോ? കൂട്ടത്തിൽ പറക്കാത്ത പക്ഷിയാ ഇത്. എന്തായാലും കൊള്ളാം. വയൽപ്പൂക്കൾ വിരിഞ്ഞപ്പോൾ മുതൽ ധാന്യമണികൾ കൊത്തിയാർക്കാൻ വന്നവയാണ്. അതങ്ങ് പൊയ്ക്കോളൂ അതിന്റെ പാട്ടിന്. ഞാൻ ഈ വാതിൽ തുറന്ന് പുറത്തു പോവുകയാണ്. ഇതാരാണ് ഒരു ഏണിപ്പുറത്ത് നിന്ന് വെന്റിലേഷനിലൂടെ നോക്കുന്നത്? ഞാൻ ശംഭു എന്ന് പറയും. ശംഭു എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നത്? കാണാൻ മേലാഞ്ഞിട്ടാ. എന്താണ് അകത്ത് നടക്കുന്നതെന്ന് അറിയാൻ. എന്നിട്ട് എന്ത് കണ്ടു? വിചാരിച്ചതൊന്നും കണ്ടില്ല. അപ്പൊ നിന്റെ ജോലി ഇതാ അല്ലേ? അടച്ചിട്ട മുറികളുടെ വിടവിലൂടെ നോട്ടം. വിടവില്ലെങ്കിൽ ഏണി വെച്ച് കയറി നിന്ന് നോക്ക. കൊള്ളാമല്ലോടാ. പോ, കൺവട്ടത്ത് കണ്ടുപോകരുത്. ആഹാ, അങ്ങ് വിരട്ടാമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി കൊച്ചു മുതലാളി. വേറെ ആളെ നോക്കിക്കോ. ആര് പറഞ്ഞിട്ടാ നീ ഇവിടെ വന്നത്? നിയോഗമുണ്ട്. വിക്രമൻ ചേട്ടൻ പറഞ്ഞയച്ചിട്ടാ. ആര്? ഏത് വിക്രമൻ ചേട്ടൻ? വിക്രമൻ ചേട്ടനെ അറിയത്തില്ലേ? വിക്രമൻ ചേട്ടൻ ഇയാൾ ഇത് എവിടത്തുകാരനാ? വിക്രമൻ ചേട്ടന് 2 കൊമ്പുണ്ടോ? വിക്രമൻ ചേട്ടനെ അറിയാത്തതായിട്ട് ഇവിടെ ആരുമില്ല. നിങ്ങൾ ആ പക്ഷിപിടുത്ത സെറ്റിലുള്ളതല്ലയോ? അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ നിയോഗിച്ചിരിക്കുക കാര്യങ്ങൾ അറിയാൻ, എല്ലാം ശ്രദ്ധിക്കാൻ. എന്നാ കേക്കട്ടെ. ശംഭു, നീ അടുത്തു വാ. ഇതിരിക്കട്ടെ ഈ രൂപ. ഇനി പറ കാര്യങ്ങൾ. സാറിനോടായതുകൊണ്ട് പറയുക. ഇവിടെ എല്ലാരും ഒറ്റക്കെട്ട. സാറിനോട് പറഞ്ഞൊന്നും ഒരു കുഞ്ഞറിയണ്ട. അതങ്ങനെ അതിന്റെ കിടപ്പ് വശം. ഇവിടെ ഒരുത്തനുണ്ട്, ഉദയൻ. അയാൾ അല്പം പെശക. അതുപോലെ ഈ ബന്ധം വേണ്ട, അത് വെട്ടുകള, തടി കേള. ആരുടെ കാര്യമാ? അത് ശംഭുവിന് അറിയത്തില്ലേ? ഈ വീട്ടിലെ കൊച്ചുമായിട്ടുള്ള ബന്ധം. കാര്യം എന്താന്ന് പറ. പറയാറായിട്ടില്ല. ഇനിയും നോട്ട് കെട്ടുകൾ ഇറക്കേണ്ടി വരും, അതറിയാൻ. പറഞ്ഞു വന്നാലോ ഒത്തിരി ഉണ്ട് താനും. അതുകൊണ്ട് നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും. വലിയ നോട്ടുകളും കരുതിക്കും. ഈ മരങ്ങൾക്കു ചില്ലകളില്ലേ, ഇലകൾ പോയി വലകളിളഞ്ഞേ. ഈ മരങ്ങൾക്കു ചില്ലകളില്ലേ, ഇലകൾ പോയി വലകളിളഞ്ഞേ. അരുതരുതേ ചേക്കേറല്ലേ, പാറിപ്പോയി ഒന്നിച്ചൊന്ന. അരുതരുതേ ചേക്കേറല്ലേ, പാറിപ്പോയി ഒന്നിച്ചൊന്ന. വരി വരിക വരിക വരിക, കിളിർനാമ്പുകൾ കണ്ടു കഴിഞ്ഞ ശിഖരം പൂത്തമ്പിളി വന്ന. വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക. കൂട്ടരെ, ഇതെന്താണ് കഥ? പുറത്തുള്ളവർ നമ്മുടെ നാട്ടിൽ വന്ന് പക്ഷികളെ പിടിച്ചുകൊണ്ട് പോവുക, വലപാകി പ്രീണിപ്പിച്ച് അവർ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നോക്കിയിരിക്കാനേ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് രംഗത്തിറങ്ങാൻ നേരമായി. എനിക്കിതിനെപ്പറ്റി അഭിപ്രായമൊന്നുമില്ല. ഒന്നിച്ച് നടന്നവരെപ്പോഴാ കൂറുമാറുന്നതെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്റെ ജീവിതം തന്നെ വലുത്. എന്റെയും തന്തയില്ലാത്ത പിള്ളേരുടെയും ജീവിതം. ഗിരിജ കുഞ്ഞമ്മയുടെ അഭിപ്രായം തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും. അല്ല, നമ്മൾ ചെറുക്കണം, വലകൾ മുറിക്കണം. ഇരട്ടക്കുഴൽ തോക്ക അവന്മാരുടെ കയ്യിൽ. അതിട്ടൊന്ന് പൊട്ടിച്ച ഓർക്കാൻ വയ്യ. എന്തോർക്കാൻ? കൊള്ളണം. പിന്നെ ബാക്കി കാര്യം ചത്തു കഴിഞ്ഞിട്ട് അല്ലേ? ഒറ്റുകാരാവുന്നവർ ആത്മഹത്യ ചെയ്യുന്നവരാണ്. അവർക്ക് മാപ്പ് മരണം മാത്രം. സിദ്ധാന്തം അതാണ് പഠിപ്പിക്കുന്നത്. ഉദയനെന്ന് പറയാനില്ലെന്ന് തോന്നുന്നു. നമ്മൾ നേർക്ക് നിന്ന് യുദ്ധം ചെയ്യാനുള്ളവരല്ല. യുദ്ധം നാശമാണെങ്കിലും എതിരാളി അടിയറവ് പറയാൻ തന്ത്രങ്ങളില്ലേ? വെടിയുണ്ടയ്ക്ക് മുന്നിൽ മാറ് കാട്ടുന്നതിലല്ല, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ അഗ്നി പടർത്താനാണ് ഞങ്ങളുടെ ശ്രമം. ഇത് നിങ്ങളുടെ ഗ്രാമം.
നേരമായി കൂട്ടരെ. ഉണർവിന്റെ ലഹരിയിൽ സ്വപ്നങ്ങൾ കൊയ്യാനുള്ള സമയം എത്തിയിരിക്കുന്നു. ഈ പക്ഷിഗ്രാമത്തിനു മേൽ വീണ വല നീക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? വരിക വരിക വരിക, കിളിർനാമ്പുകൾ കണ്ടു കഴിഞ്ഞ ശിഖരം പൂത്തമ്പിളി വന്ന. വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക. ഇവിടെ ആരും ഇല്ലേ ശംഭു? ഇന്നലെ അവർ വന്നിരുന്നു. ആര്? പക്ഷിപിടുത്തക്കാർ. എന്നിട്ട് അച്ഛനെ കൊണ്ടുപോയി. അവരൊത്തിരി ഉപദ്രവിച്ചു. ഉപദ്രവിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? അതെല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നഷ്ടങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് നേടാനാവൂ. പറഞ്ഞു നിൽക്കാൻ കൊള്ളാം. എനിക്കാകെ ഉണ്ടായിരുന്നത് അച്ഛനാ. അമ്മ മരിച്ചതിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നപ്പോ മുതൽക്ക് ഈ വീട്ടിലെ പരിസ്ഥിതി അറിയാമല്ലോ. അവരവർക്ക് വലുതാ അവരവരുടെ ജീവിതം. ശംഭു, ഇങ്ങനെയാണോ നീ നിന്റെ ഗ്രാമത്തെ സ്നേഹിക്കുന്നത്? ഇവിടുത്തെ നിന്റെ അയൽക്കാർ, പക്ഷികൾ, അവർക്ക് വേണ്ടി നിനക്കും പലതും നഷ്ടപ്പെടുത്തേണ്ടതായി വരും. നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. അല്പസുഖങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വേദനിക്കാം. എന്നാൽ അവ കിട്ടുന്നത് പലിശയുള്ള മുതലായിട്ടാണ്. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത. എനിക്ക് ആ പ്രത്യേകത അറിയില്ല. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. കൂട്ടത്തിനിടയിൽ ഒന്ന് ചെയ്ഞ്ഞാൽ എല്ലാം അഴുകിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ഞാൻ നമ്മുടെ രഹസ്യങ്ങൾ, നീക്കങ്ങൾ, അവ എന്നെയോ നിന്നെയോ മാത്രം ബാധിക്കുന്നതല്ല, ഈ ഗ്രാമത്തിന് മുഴുവൻ ബാധകമാണത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് എല്ലാവരും കരുതുന്നു. സത്യം ആര് മനസ്സിലാക്കാൻ? പണം കാണുമ്പം കണ്ണു മഞ്ഞളിക്കും, ലോകം മറക്കും. ശംഭു, നിന്റെ മാത്രം കാര്യമല്ലത്. ജനങ്ങളെ തൊട്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ സ്വർണ്ണ നാണയത്തിന്റെ തിളക്കത്തിൽ മൂടാവുന്നതല്ല. എനിക്കൊരു ജീവിത മാർഗമില്ലാഞ്ഞിട്ട് ചെയ്തു പോയതാ. ഒരു തവണത്തേക്ക് മാപ്പ്. ഇവിടെ ആരാർക്ക് മാപ്പ് കൊടുക്കാൻ? നിന്റെ ദാരിദ്ര്യം നിന്നെ കൊണ്ടത് ചെയ്യിക്കുന്നു. മരണത്തിന്റെ വഴിയിൽ ദാരിദ്ര്യമില്ല, ജീവിതത്തിന്റെ പാതയിലേ അതുള്ളൂ. ശംഭു, നീ കുറെ കാലത്തേക്ക് ഞങ്ങളുടെ നീക്കങ്ങളൊന്നും അറിയണ്ട. മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് കഴിയില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ. എനിക്ക് പ്രായച്ചിത്തമുണ്ടോ? ഇപ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. ഞാൻ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു. നീ പരാജയപ്പെട്ട ഒരു ചാരനാണ്, പുറന്തള്ളപ്പെട്ട ഒരു ഒറ്റുകാരൻ. നമ്മളിൽ പലരെയും അവർ വലയിട്ട് പിടിച്ചു കഴിഞ്ഞു. പരത്തിയിട്ട വലയിൽ താനേ കുടുങ്ങിയവർ. ഞാൻ കരഞ്ഞാൽ ആര് കഞ്ഞി തരും? ആരുടെയും മുതൽ മോഷ്ടിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എങ്ങനെ ജീവിക്കും? പണിയെടുക്കാൻ ശേഷിയില്ലാത്ത എനിക്കറിയാവുന്നത് രഹസ്യങ്ങൾ ചോർത്തലും. തെറ്റ് വയറിൻ്റെതാണ്, വിശപ്പിൻ്റെത്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ ഒറ്റുകാരനല്ല. എന്നെ അങ്ങനെ കാണരുത്. ആയിരിക്കാം. മനുഷ്യഹൃദയത്തിന്റെ വിങ്ങൽ പ്രത്യയശാസ്ത്രത്തിലെ കരടാണ് ശംഭു. ഇനി നിന്നെ പ്രസ്ഥാനത്തിന് വേണ്ട. ഒരു പോരാളിക്ക് തിരഞ്ഞെടുക്കാൻ രണ്ട് വഴികളിൽ ഒന്നേ ഉള്ളൂ. മൂന്നാമതൊരു പാതയില്ല. ഈ ഒറ്റപ്പെടുന്ന പക്ഷിക്ക് തുണയാരുണ്ട്? തുണയില്ല പക്ഷി, നിനക്കും പറക്കാം. ആ ദിവസം വരുമ്പോൾ ശംഭു, നിനക്കും ആഹ്ലാദിക്കാം. നിന്റെയും ചോരയും വിയർപ്പും കൊണ്ട് പൂത്തതാണ് ആ സ്വപ്നമെന്ന്. ഇത് വിക്രമനാണ്. അമ്മയെ അവര് കൊണ്ടുപോയി. ഉദയൻ എവിടെ? ഇവിടെ ഉണ്ട്. ഈ രഹസ്യ സങ്കേതം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ശംഭുവിന്റെ ജഡം നദിക്കരയിൽ നിന്ന് കിട്ടി. ആളുകൾ വീരോടെ നിൽക്കുകയാണ്. ആവേശം കെട്ടടങ്ങാതെ സൂക്ഷിക്കണം. വലകൾ ഈ ഗ്രാമം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ആരാണ് ശംഭുവിന്റെ മരണത്തിന് ഉത്തരവാദി? ഉത്തരവാദിത്വം ആരുടെയും ചുമലിൽ കെട്ടിവെക്കണ്ട. ആത്മഹത്യയാകാം ഭീരുവിന്റെ മരണം. കുറച്ചുകൂടി ഹൃദയാലുവാകൂ. നീ കരുതുന്നത് ആരെന്നാ മരണത്തിന് ഉത്തരവാദി? പക്ഷിപിടുത്തക്കാർക്ക് ഇതിൽ കൈയുണ്ട്. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. ഇനി ജഡങ്ങൾ നമ്മുടെ പുഴകളിൽ പൊങ്ങാൻ തുടങ്ങും. ചത്തുമലച്ച പക്ഷികളുടെ ശരീരവുമായി പക്ഷിഗ്രാമത്തിലെ പുഴയൊഴുകും. വയ്യ, കണ്ടു നിൽക്കാൻ വയ്യ. ഒളിച്ചിരുന്ന് കരി നീക്കേണ്ടിയിരിക്കുന്നു. അല്ല, തെളിഞ്ഞു വരേണ്ട നേരമായിരിക്കുന്നു. അത് അപകടമാണ്. പകൽ വെളുത്തതാണെങ്കിൽ രാത്രി ഇരുട്ട്. അതിനിടയിൽ ഒരു സന്ധ്യ എനിക്കില്ല. എനിക്കും അങ്ങനെ തന്നെ. നമുക്ക് ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാം. രംഗത്തിറങ്ങാം. വിക്രമൻ, നീ എവിടെ പോകുന്നു? ശത്രുവിനെ നേരിടാൻ. എന്തു വിഡ്ഢിത്തമാണിത്? അവരുടെ ദൃഷ്ടിയിൽ തോക്കിൻകുള്ളിലെ ഒരു ഉണ്ടയുടെ വില പോലുമില്ല നിങ്ങളുടെ ജീവന്. ഈ ഗ്രാമവാസികൾക്കോ? അരുത്, സാഹസം കാണിക്കരുത്. ശത്രു വലുതാകും തോറും നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കണം. അതായത് അദൃശ്യമാകുക. വെടിയുണ്ടയ്ക്ക് മുന്നിൽ മാറ് കാട്ടുന്നവൻ എന്റെ അഭിപ്രായത്തിൽ ഭീരുവാണ്. ഞാൻ ആ ഭീരുത്വം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വഴി പിരിയുകയാണ്.
വലകളെല്ലാം പച്ചപ്പിൽ പുതഞ്ഞു കിടപ്പുണ്ടല്ലോ. നമ്മളല്ലാതെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഗ്രാമം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമുക്കെതിരെ ആരും വന്നു തുടങ്ങിയിട്ടില്ല. വന്നാ തട്ടിയേക്കണം. വേണ്ടി വന്നാൽ 7-ാം നാളൊരു വേട്ട. നമ്മുടെ കൂടുകൾക്ക് കാവലിന് ദീപകിനെ ചുമതലപ്പെടുത്തുക. ഇതുവരെ എല്ലാം ഭംഗിയായി നടന്നു. ഒന്നിക്കുന്നവരെ ഭിന്നിപ്പിക്ക്, കൂലി ഇറക്കി പക്ഷികളെ പിടിക്ക്. തന്ത്രം അതാണ്. എല്ലാം ഇനി ഒരു ദിവസത്തിനുള്ളിൽ. എന്താ ത്രിലോചന? വിക്രമൻ എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. വിളിക്കവനെ. ആരെന്നറിയുമോ? പക്ഷിക്കൂട്ടത്തിലെ ഒരു തലവൻ പക്ഷി. വരട്ടെ, അങ്ങനെ ഒന്നൊന്നായി വരട്ടെ. ഞാൻ വിക്രമൻ. ഇവിടെ വന്നതിൽ പിന്നെ കേട്ടിരിക്കുന്നു. ആരാണ് ഈ വിക്രമൻ എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇവിടെ വരുന്നവരെല്ലാം ഞങ്ങളെ കൂടെ ഒന്ന് കാണും. കണ്ടിട്ടേ പതിവുള്ളൂ. ഞങ്ങൾ അങ്ങ് തെറ്റിച്ചെന്ന് കരുതിക്കോ. ആ, കരുതാനൊന്നുമില്ല. ഇവിടുത്തെ പക്ഷികൾ ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ആഹാ, അപ്പോ വന്നതിന്റെ കാര്യം അതാ അല്ലേ? ആള് ഒരു രസികനാണെന്ന് തോന്നുന്നല്ലോ വർഗീസേ. ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. ഓഹോ, വർഗീസേ, ആ തോക്കിങ്ങെടുക്ക്. ഉണ്ട ഒന്നെങ്കിലും ഉണ്ടല്ലോ. രണ്ടാവും നിറച്ചതാ. ആ, ഇങ്ങ് തന്നേക്ക്. എന്താ ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാ പറ. അതെ, പക്ഷിക്കൂട്ടം തന്നെയാണ് പ്രശ്നം. പിടിച്ചോ അവനെ, പിടിച്ചോ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. കിട്ടിപ്പോയി ഒന്നാമത് തലവൻ പക്ഷി. ഇനി ഒന്നൊന്നായി കിട്ടും. തുടങ്ങാം, വേട്ട തുടങ്ങാം. ഈ ഗ്രാമത്തിലെ കൂട്ടം കൂടുന്ന പക്ഷികൾ നമ്മുടെ വലയ്ക്കകത്ത് വീണു തുടങ്ങിയിരിക്കുന്നു. ചിറകടികൾ ഉയരുകയായി, പുലർവെട്ട പൊലിമയിൽ ഒരുമയിൽ നിറമിഴികൾ വിരിയുകയായി. പുതുസൂര്യനെ വരവേൽക്കാൻ കിളിവലയെയ്തു മുറിക്കും തേൻ കിളി. ഉണരുണരു പറന്നുയരു, ഉണരുണരു പറന്നുയരു, ഉണരുണരു പറന്നുയരു. ചെഞ്ചുണ്ടുകളായം കൊണ്ടും ചിറകൊന്നായി വീശിയുയർന്നും, ചെഞ്ചുണ്ടുകളായം കൊണ്ടും ചിറകൊന്നായി വീശിയുയർന്നും, വജനഖം നാദമുതിർത്തും. ഉണരുണരു പറന്നുയരു, ഉണരുണരു പറന്നുയരു, ഉണരുണരു പറന്നുയരു, ഉണരുണരു പറന്നുയരു, ഉണരുണരു പറന്നുയരു. സ്നേഹം ഒരു അബദ്ധമാകരുത്. ഈ പുസ്തകങ്ങൾക്കിടയിൽ നിനക്ക് കൂട്ടുകൂടാൻ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ലോകമുണ്ട്. നീ അതിൽ നിന്ന് ഊരിപ്പോവുകയാണോന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുന്നു. കൂട്ടം കൂടുന്ന പക്ഷികളെ അവർ വേട്ടയാടും, വലവിരിച്ചു പിടിക്കും. നീ വിശ്വാസം കൈവിടുകയാണോ? നീ പറയാറില്ലേ, നിലാവഴികൾ. ആ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞവരല്ലേ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള നേരമല്ലിത്. തീരുമാനമാണ് പ്രധാനം. ഞാൻ പറയാൻ ആഗ്രഹിച്ചിടത്ത് നിന്ന് നീ തുടങ്ങുന്നു. ഇതവരുടെ 7ാമത്തെ രാത്രിയാണ്. വലവീശുകാരുടെ അവസാന യാമം അല്ലേ? ഈ നേരം നമുക്കൊരു തീരുമാനത്തിലെത്തണം. രക്ഷയുടെ പഴുതുകൾ അടയുകയാണ്. നമുക്ക് പിരിയാറാവുന്നു. ഒന്നിക്കാത്ത സന്ധികളെ ഓർത്ത് പിരിയാനോ? പരസ്പരം കൈകോർക്കാൻ കഴിയാതെ പിരിയുകയോ? എനിക്കതിന് കഴിയില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നാണ്. അതെ, ഈ നിമിഷം വരെയും നമ്മുടെ പാതയും ഒന്നായിരുന്നു. ഒരേ പാത. ഒന്നിക്കുന്നവർ നഷ്ടപ്പെടുന്നവരായതുകൊണ്ട് വേർപിരിയുന്നവർ രക്ഷപ്പെടുന്നു. ഇതല്ലേ സിദ്ധാന്തം? ഇങ്ങനെ ഒരു അന്ത്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇനി ഈ ഗ്രാമത്തിൽ നിൽക്കാൻ വയ്യ. ഇവിടം വിടണം. നമുക്കൊന്നിച്ചകപ്പെട്ടുകൂടെ? പരാജയപ്പെട്ട ഒരു സംരംഭത്തിന്റെ അവസാന പോരാളികളായി അല്ലേ? നമുക്കും ഒരു ജീവിതം. നീ നിന്റെ വഴിയിൽ കൂടി മാത്രം ചിന്തിക്കുന്നു. നിങ്ങളുടെ വഴിയും ഇതിൽ ചേരുന്നില്ലേ? ഒരാൾ മറ്റൊരാൾക്ക് തുണയാകുമ്പോൾ രണ്ടുപേർ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു? അതെ. പിന്തിരിഞ്ഞു നോക്കാൻ എനിക്ക് വയ്യ. ഞാനില്ലാത്ത ലോകത്തേക്കോ? ഓർമ്മകളിൽ നിലാവ് പെയ്യാത്ത ക്രൂരമായ രാത്രികളുമായി ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഞാൻ പോകും. നമ്മുടെ ഈ പുസ്തകത്തിന്റെ പുറംചട്ട കീറിപ്പോയി. ഇതെന്ന് വാങ്ങിയതാണെന്ന് അറിയുമോ? ഓർമ്മയുണ്ടോ അതെല്ലാം? ഒരു കോളേജ് ഇലക്ഷൻ കാലത്ത്
ഒരു മഴയത്ത് നനഞ്ഞ് നമ്മൾ പുസ്തകം വാങ്ങിച്ചത്, ഉരുവിട്ടു പഠിച്ച് പ്രത്യയശാസ്ത്രം പഠിച്ച കാലം ഓർമ്മയുണ്ട്. പിന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പിരിയാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പഴയ സൗമിനിയാണ് എനിക്കിഷ്ടം. പിന്തിരിഞ്ഞു നോക്കി കരയരുത്. ഒരു കുടുംബത്തിന് വേണ്ടി എത്ര കാലം ഞാൻ കാത്തിരുന്നു. ഇപ്പോ എന്നിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ? ഇത് ഒളിച്ചോട്ടമല്ല, നഷ്ടങ്ങൾ അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കേണ്ടി വരും. കണ്ണുനീരിൽ അലിഞ്ഞു പോകുന്ന ഒരു ലവണ രൂപമല്ല ഉദയന്റെ ലക്ഷ്യം. എന്നിട്ട് ഇത്രയും കാലം അണികൾ പതറിയതല്ലാതെ മതി. നീയോ അത് പറയാൻ തുടങ്ങുന്നു. സ്വാതന്ത്ര്യം എന്ന സ്വപ്നം ജീവിതത്തിന്റെ അർത്ഥമാകുമ്പോൾ ജീവിതം നൽകിയേ അതിനെ സ്വന്തമാക്കാനാവും. ഞാൻ ഇറങ്ങുന്നു. നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഇനി നിനക്ക് നീ മാത്രം. പോകുന്നേ പോകുന്നേ ഞാൻ മേഘത്തിൻ പൂങ്കുല പോൽ. പോകുന്നേ പോകുന്നേ ഞാൻ മേഘത്തിൻ പൂങ്കുല പോൽ. വഴിയുന്ന നിലാവലയായി പോകുന്നേ പോകുന്നേ ഞാൻ. ഒന്നാം മലയുടെ അപ്പുറത്തുണ്ടൊരു കുയിലിരുന്നു കൂവുന്നു. ഒന്നാം മലയുടെ അപ്പുറത്തുണ്ടൊരു കുയിലിരുന്നു കൂവുന്നു. പോകുന്നേ പോകുന്നേ ഞാൻ. അയ്യോ, ശബ്ദിച്ചു പോകരുത്. ഇത് കണ്ടോ? ആയുധം കാട്ടി ഭയപ്പെടുത്തുകയാണോ? പിന്നെ ശബ്ദിച്ചാലും ഇവിടെ എങ്ങും നിന്റെ പക്ഷക്കാരാരുമില്ല. കുറെ കാലമായി വലയിട്ടിരിക്കുകയായിരുന്നു. എവിടെയവൻ? തലപ്പക്ഷികളെ കൂടി പിടിച്ചാലേ ഞങ്ങൾക്ക് മടങ്ങാൻ പറ്റും. നിങ്ങളുടെ പക്ഷക്കാരെല്ലാം ഉണ്ട്. നോക്ക്, വിക്രമൻ ഇവനെല്ലാം പറഞ്ഞിട്ടുണ്ട്. വർഗീസേ, വേണ്ടതൊക്കെ ആകട്ടെ. ഒടുവിൽ ഇങ്ങനെ വന്നതിൽ ഖേദമുണ്ട്. എന്തിനാ ഖേദം? ഞങ്ങൾ നാളെ സ്ഥലമിടും. ഇവിടം വിടും. ഈ താഴ്വര, പിന്നെ അടുത്ത കുന്നിൻ ചരിവ്, പിന്നൊരു കുന്ന്, പിന്നൊരു ചരിവ്. നീ തന്നെ ഇവളുടെ വാമൂടിക്കെട്ട്. ഞാൻ തന്നെ ചെയ്യണോ? ജയിച്ചവന്റെ അടിമയാണ് മറ്റെല്ലാവരും. കീഴടക്കിയവന്റെ, ജേതാവിന്റെ അടിമ. ഒടുവിൽ ഞങ്ങൾ ജയിച്ചു. പക്ഷികളെല്ലാം വലയിൽ, കൂട്ടിനകത്ത്. ഒന്നിച്ചു പറന്നവർ ഒന്നിച്ചു കൂട്ടിനകത്ത്. ഒടുവിൽ ഒരു പെൺപക്ഷി. ഇതിനെ വിൽക്കാനല്ല, വളർത്താനാ. ത്രിലോചന, വിടടാ വണ്ടി താവളത്തിലേക്ക്. ഈ പക്ഷിയൊരെന്നാം പക്ഷി, കരളിൽ തീ കാക്കും പക്ഷി. ഒറ്റമരക്കാട്ടിൽ തനിയേ കൂടണയാൻ വൈകും പക്ഷി. ഈ പക്ഷിയൊരെന്നാം പക്ഷി, കണ്ണിൽ ഘനി വിളയും പക്ഷി. കരളിൽ തീ കാക്കും പക്ഷി. ഈ രാത്രി തീരുമ്പോൾ ഈ താവളത്തിൽ നിന്ന് എല്ലാവരും യാത്രയാകും. എല്ലാവരും. അവസാന യാമത്തിൽ പണികൾ പൂർത്തിയാക്കിയ പടയാളികളുടെ മയക്കത്തിന് കാവൽ നിൽക്കുമ്പോൾ ചിന്തകളരുത്. എങ്കിലും ഞാൻ, ഈ കാവൽക്കാരൻ, നിങ്ങൾക്കായി ഈ കൂട് ഞാൻ തുറക്കുകയാണ്. അച്ഛന് പൂട്ടിയിടാൻ മാത്രമേ അറിയൂ. മകന് പൂട്ടു തുറക്കാനും. പറവകളെ, പൊയ്ക്കുള്ളൂ. ഈ മരച്ചില്ലകളിൽ ചേക്കേറാതെ പുതിയ ആകാശത്തിന്റെ നീലിമയിലേക്ക്, പുതിയ ഗ്രാമത്തിന്റെ പച്ചപ്പിലേക്ക് രക്ഷപ്പെട്ടോളൂ. രക്ഷപ്പെട്ടോളൂ, രക്ഷപ്പെട്ടോളൂ.
ജീവനുള്ള പ്രതിമകൾ നാടകം അവസാനിക്കുന്നു. നാടകരചന എം രാജീവ് കുമാർ, സംവിധാനം സതീഷ് ചന്ദ്രൻ. കഥാപാത്രങ്ങളും പങ്കെടുത്തുവരും. ദീപക് മോഹൻലാൽ, ഉദയൻ എം ജി സോമൻ, സുന്ദരേശൻ മുതലാളി കരമന ജനാർദ്ദനൻ നായർ, ശംഭു രാജു, വിക്രമൻ കെ എ അസീസ്, ത്രിലോചനൻ ജഗദീഷ്, വർഗീസ് സി ഐ പോൾ, അമ്മ ആറന്മുള പൊന്നമ്മ, ഗിരിജ രാജകുമാരി, സൗമിനി ഭാഗ്യലക്ഷ്മി. പാടിയവർ കാവാലം ശ്രീകുമാർ, ദുർഗ രാജു.